ഇപ്പോൾ ചേലക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ആനന്ദ് കൂടി ചേരുന്നുണ്ട്. ആനന്ദ്, പോളിംഗിന് തയ്യാറായി നിൽക്കുകയാണ് ചേലക്കര. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് 6 മണിക്കാണ് അവസാനിക്കുക. മണ്ഡലത്തിൽ 2.13 ലക്ഷം വോട്ടർമാരാണുള്ളത്. മണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളിലായി 180 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒപ്പം തന്നെ എത്രത്തോളം സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മോക്ക് പോളിംഗ് കാര്യങ്ങളുമൊക്കെ എങ്ങനെ നടക്കുന്നു, ബാക്കി കാര്യങ്ങളും അതിൻ്റെ സജ്ജീകരണങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആനന്ദ്? അഞ്ജന, ഞാനിപ്പോൾ ഉള്ളത് GHS പാമ്പാടി സ്കൂളിലാണ്. ഈ 2 ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. 115ാമത് ബൂത്തും 116ാമത് ബൂത്തും. ഈ 116ാമത് ബൂത്തിലാണ് NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. എന്തായാലും ഏതാണ്ട് 6 മണിയോട് കൂടി തന്നെ ഇവിടുത്തെ മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു. അല്പസമയം മുമ്പ് മോക്ക് പോളിംഗ് അവസാനിക്കുകയും ചെയ്തു. മണ്ഡലത്തിൽ പൊതുവെ 2,13,103 വോട്ടർമാരാണ് മുഴുവനായി ഉള്ളത്. അതിൽ പുരുഷ വോട്ടർമാർ 1,01,903 വോട്ടർമാരും സ്ത്രീ വോട്ടർമാർ 1,11,197 വോട്ടർമാരുമാണുള്ളത്. 10,143 പുതിയ വോട്ടർമാരും ഇത്തവണ മണ്ഡലത്തിലുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കഴിഞ്ഞ ദിവസം തന്നെ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ വ്യക്തമാക്കിയിരുന്നു. ഇതുവരെ ഹോം വോട്ടിംഗ് സംവിധാനം വഴി വോട്ട് ചെയ്തവർ 1,375 അതായത് 85 വയസ്സിന് മുകളിലുള്ള ഏതാണ്ട് 925ഓളം പേരും 40% ഭിന്നശേഷിയുള്ള 450 പേരും ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഹോം വോട്ടിംഗ് വഴി 1,375 ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും രാവിലെ 7 മണിയോട് കൂടി തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണ് തെരഞ്ഞെടുപ്പ്. 9 പഞ്ചായത്തുകളാണ് ചേലക്കര നിയോജകമണ്ഡലത്തിലുള്ളത്. ഈ 9 പഞ്ചായത്തുകളിലായി ഏതാണ്ട് 150ഓളം പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. മാത്രമല്ല ഈ റിസർവ് ഉൾപ്പെടെ ഏതാണ്ട് 216ഓളം ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളും 234 VVPAT യന്ത്രങ്ങളും ഇതുവരെ സജ്ജമാക്കിയതായി കഴിഞ്ഞ ദിവസം തന്നെ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. ഈ റിസർവ് ഉൾപ്പെടെ ഏതാണ്ട് 864 പോളിംഗ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സജ്ജമാണ്. ഈ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 600ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലായി നിയോഗിച്ചിട്ടുള്ളത്. 14 പ്രശ്നബാധിത ബൂത്തുകളാണ് ഈ മണ്ഡലത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെയെല്ലാം മൈക്രോ ഒബ്സർവർമാരുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു കമ്പനി കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട് സുരക്ഷയുടെ ഭാഗമായിക്കൊണ്ട്. ഈ 5 ബൂത്തുകളാണ് ഈ മണ്ഡലത്തിൽ മാതൃകാ പോളിംഗ് ബൂത്തുകളായി ഇതുവരെ സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ ബൂത്തുകളിലും സാധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന പോലെ തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉണ്ടായിരിക്കും. വോട്ട് ചെയ്യാനെത്തുന്നവർ വോട്ട് ചെയ്ത് മടങ്ങുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ എന്തായാലും ഇതിൽ സൂക്ഷിക്കും. അതുപോലെ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നവരെ മണ്ഡലത്തിൽ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണി വരെ തന്നെയായിരിക്കും ഈ ഡ്രൈ ഡേയും ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് നിരവധി പരാതികൾ ഈ മാസം ലഭിച്ചിരുന്നു. ഈ മാസം 10 വരെ ഇതുപോലെ വിജിൽ ആപ്പ് വഴി ഏതാണ്ട് 1,234 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 1,146 പരാതികൾ പരിഹരിച്ചിരുന്നു. ബാക്കി അത്തരത്തിൽ ഗൗരവമുള്ളതല്ല എന്നുള്ള ഒരു സ്വഭാവത്തിൽ പെടുത്തിക്കൊണ്ട് തള്ളിക്കളയുന്ന ഒരു സംഭവമുണ്ടായി. എന്തായാലും 7 മണിയോട് കൂടി തന്നെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. 116ാമത് ബൂത്ത്, ഞാൻ ഇന്ന് സ്കൂളിലെ 116ാമത് ബൂത്തിലായിരിക്കും K ബാലകൃഷ്ണൻ BJPയുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. ഇപ്പോൾ തന്നെ ആളുകളെല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ക്യൂ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏതാണ്ട് 75%-ലധികമായിരുന്നു പോളിംഗ്. 75.86% പോളിംഗ് ആണ് ഈ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് ഏതാണ്ട് 60 കൊല്ലത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് ചേലക്കര മണ്ഡലത്തിൽ നടക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം, ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് മണ്ഡലത്തിൽ പൊതുവെ നടക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായി K ബാലകൃഷ്ണനും UDFന്റെ രമ്യ ഹരിദാസും LDFന് വേണ്ടി UR പ്രദീപുമാണ് ഇവിടെ മത്സരിക്കുന്നത്. 3 മുന്നണി സ്ഥാനാർത്ഥികളടക്കം ഏതാണ്ട് 6 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി NK സുധീർ, AICC സെക്രട്ടറി ആയിട്ടുള്ള NK സുധീറും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. DMK ശക്തമായിട്ടുള്ള പിന്തുണയും, അൻവറിന്റെ ഒരു പിന്തുണയും സുധീറിനുണ്ട്. എന്തായാലും 7 മണിയോട് കൂടി തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. അഞ്ജന, ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ ഒരു ത്രികോണ മത്സരം നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ചേലക്കര എന്ന് പറയുന്നത്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ നിയമസഭാ മണ്ഡലം രൂപീകരിച്ചിട്ട് അടുത്ത വർഷമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏകദേശം 60 വർഷം പൂർത്തിയാകുകയാണ്. ഈ കാലഘട്ടത്തിനിടയിലാണ് ആദ്യമായി ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടത്തേക്ക് എത്തുന്നത്. ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ചേലക്കര എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്ഥിതി അനുസരിച്ച്, അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മാറി മറിയാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്രയും അധികം ഭരണവിരുദ്ധ വികാരങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഒരു ശക്തമായ സ്വാധീനം അവിടെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇടതുപക്ഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു മണ്ഡലമാണ്. അതിനു മുമ്പ് 96-ന് മുമ്പ് കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം ഈ മണ്ഡലത്തിനുണ്ട്. പൊതുവെ സംവരണ മണ്ഡലമാണ്. സംവരണ മണ്ഡലം എന്ന് പറയുമ്പോൾ കൂടി അടിസ്ഥാന വർഗ്ഗങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ ഇപ്പോഴും പലതും നിറവേറ്റാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു കളങ്കം ഈ മണ്ഡലത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വാർത്തകൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിരുന്നു. എന്തായാലും
ഈ ആദ്യമായാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഈ മണ്ഡലം നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് മുൻ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചതോടെയാണ് ഈ മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങിയിരിക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ഈ 2011 മുതൽ 2021 വരെ ക്രമാനുഗതമായിട്ടുള്ള ഒരു വോട്ട് വർധന നടത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് ഈ 2011 ഏതാണ്ട് 7,900 വോട്ടുകൾ മാത്രം ലഭിച്ചിരുന്ന BJP 2021 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഷാജിമോൻ വട്ടേക്കാടിലൂടെ ഏതാണ്ട് 24,566 വോട്ടിലേക്ക് ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ചേലക്കര മണ്ഡലത്തിൽ നിന്ന് 28,952 വോട്ടുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 36,000 വോട്ടുകളായി ഉയർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള ഒരു വോട്ട് വർധനവ്, ക്രമാനുഗതമായിട്ടുള്ള ഒരു വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെയാണ് BJPയുടെ പൊതുവായിട്ട് പ്രതീക്ഷ. മാത്രമല്ല ഏതാണ്ട് 11,146 പുതിയ വോട്ടർമാരാണ് ഇപ്പോൾ മണ്ഡലത്തിലുള്ളത്. അതിൽ 7,000 വോട്ടുകൾ BJP നേരിട്ട് ചേർത്തിയതാണ് BJP അവകാശപ്പെടുന്നത്. വിവിധ പാർട്ടികളിൽ നിന്ന് ഏതാണ്ട് 1,000-ലധികം ആളുകളാണ് കഴിഞ്ഞ 3 മാസത്തിനിടെ ചേലക്കര മണ്ഡലത്തിൽ മാത്രം BJPക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സ്ത്രീ വോട്ടർമാരുടെ അടക്കമുള്ള ഒരു അധിക പിന്തുണ നേടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് BJP. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ജില്ലയിലെ ഒരു അട്ടിമറി വിജയത്തിന്റെ ആശ്വാസത്തിലും ആ ഒരു ആത്മവിശ്വാസത്തിലും തന്നെയാണ് BJP ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിനെയും നോക്കിക്കാണുന്നത്. ജില്ലാധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം മണ്ഡലത്തിൽ പ്രചാരണത്തിനുമായി എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാർഷിക മണ്ഡലം എന്ന് നമുക്ക് പറഞ്ഞാൽ അത് തെറ്റില്ല. കാരണം പ്രധാനപ്പെട്ട ആളുകളുടെ ഇവിടുത്തെ ഒരു ജോലി എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ഈ വന്യജീവി ശല്യവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിടിവും എല്ലാം ഇവരെ കാര്യമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് അതെല്ലാം അവർ വ്യക്തമാക്കിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധികൾ. സർക്കാർ ആശുപത്രികളിൽ രാത്രി സമയങ്ങളിൽ ഇപ്പോഴും ഡോക്ടർമാരുടെ ഒരു സേവനം ലഭ്യമല്ല എന്നുള്ളൊരു പരാതി ശക്തമായി തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട്. പല വീടുകളിലും ശൗചാലയങ്ങളില്ലാത്ത വാർത്ത നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, അതായത് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന മുരടിപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മുന്നണികൾ ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും 7 മണിക്ക് തെരഞ്ഞെടുപ്പ് ആരംഭിക്കും, പോളിംഗ് ആരംഭിക്കും. എല്ലാ മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. 10% സ്വിംഗ് വോട്ടർമാരുണ്ടെന്ന് തന്നെയാണ് ഈ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അത് എങ്ങോട്ട് വേണമെങ്കിലും ഷിഫ്റ്റ് വരാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം അത് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സ്വിംഗ് വോട്ടിൽ തന്നെയാണ് ഈ 3 മുന്നണികളുടെയും പ്രതീക്ഷ. അനന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചേലക്കര LF കോൺവെന്റ് ഹൈസ്കൂളിൽ ബൂത്ത് 69 പൂർണ്ണമായും സ്ത്രീകളാണ് നിയന്ത്രിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ചേലക്കരയിൽ 14 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. അപ്പോൾ ഈ ബൂത്തുകളിൽ എത്രത്തോളം തന്നെ സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? ഒരു സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ട രീതിയിലാണ് നിലനിൽക്കുന്നത്? അഞ്ജന, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചേലക്കര LF കോൺവെന്റിലെ ആ ബൂത്ത് പൂർണ്ണമായും സ്ത്രീകളായിരിക്കും നിയന്ത്രിക്കുന്നത്. അതാണ് ഈ ചേലക്കരയിലെ സ്ത്രീകൾ നിയന്ത്രിക്കുന്ന ഏക ബൂത്തുള്ളത്. അതുപോലെ തന്നെ 14ഓളം പ്രശ്നബാധിത ബൂത്തുകളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഓരോ ബൂത്തുകളിലും മൈക്രോ ഒബ്സർവർമാർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 600-ലധികം പോലീസുകാരെയാണ് ഈ മണ്ഡലത്തിലുടനീളം വിന്യസിച്ചിട്ടുള്ളത്. ഒരു കമ്പനി കേന്ദ്രസേനയും വിന്യസിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പൊതുവെ സമാധാനപരമായി തന്നെയാണ് ചേലക്കരയിലെ ഇലക്ഷനുകളെല്ലാം നടക്കുന്നത്. മറ്റ് രാഷ്ട്രീയ വിഷയമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. 1-2 ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും മുന്നണികൾ തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എങ്കിലും ഒരു സുരക്ഷാ മുൻകരുതൽ എന്നുള്ള നിലയിൽ 600-ലധികം പോലീസുകാരെയും ഒരു കമ്പനി കേന്ദ്രസേനയും മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ആവശ്യമായി വരികയാണെങ്കിൽ തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നും തൊട്ടടുത്തുള്ള പരിസരത്തു നിന്നും കൂടുതൽ പോലീസിനെ ഇറക്കാനുള്ള ഒരു സംവിധാനവും ഇറക്കിയിട്ടുണ്ട്. എന്നാലും ഈ നിരീക്ഷണം ശക്തമായിരിക്കും. രാവിലെ മുതൽ തന്നെ പോലീസിന്റെ ഒരു നിരീക്ഷണം മണ്ഡലത്തിൽ മുഴുവനുണ്ട്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണം പോലീസ് നടത്തുന്നുണ്ട്. അഞ്ജന, അതുപോലെ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ കൊടുമുടിയിലേക്ക് ഓരോ സമയം അടുപ്പിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വയനാട്, ചേലക്കര 2 മണ്ഡലങ്ങളിലായിട്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ജനം TV പ്രേക്ഷകർക്കായി നൽകുന്നത്. ആനന്ദ് തുടരുക. അർജുനിലേക്കും കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അർജുൻ, എത്രത്തോളം രാവിലെ 6 മണി തൊട്ട് തന്നെ നമ്മൾ ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളിലും ജനങ്ങളിലേക്കും പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? എത്രത്തോളം ആവേശകരമായിട്ട് തന്നെ അല്ലെങ്കിൽ പോളിംഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അർജുൻ? തീർച്ചയായും അഞ്ജന, ആളുകൾ വന്നു തുടങ്ങി. അതായത് പോളിങ്ങിനെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണിക്കുവാൻ കഴിയുന്നത്. അത്തരത്തിൽ നേരത്തെ തന്നെ ആളുകൾ ഇവിടെ വന്ന സ്ഥലം പിടിച്ചു, വോട്ട് ചെയ്യുവാനുള്ള സ്ഥലം പിടിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ഇത്തവണ ഉണ്ടാകുമോ അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കുറയുമോ എന്നുള്ള ഒരു രാഹുലിനെ അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള
എന്നുള്ള ഒരു ഭയം UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് ഇത്തരത്തിൽ 2019 രാഹുലിന് ലഭിച്ച ഭൂരിപക്ഷം 2024 ആയപ്പോൾ അത് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി, അതായത് കയ്യിലെ വിരലിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയാണ് വോട്ടർമാർ തങ്ങൾക്കെതിരെ വിധിയെഴുതുക എന്നുള്ള ഒരു ആശങ്ക UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ആശങ്കയാണുള്ളത്. അതായത് ഭരണവിരുദ്ധ വികാരം ഉയരുമോ, അതേപോലെ തന്നെ NDA-യുടെ ഒരു ആരോപണം, ഇന്ത്യ മുന്നണിയാണ് ഇവിടെ മത്സരിക്കുന്നത്, ഇന്ത്യ മുന്നണിക്ക് പുറമെ NDA-യും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ NDA ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് LDF-ന് വലിയ രീതിയിലുള്ള ഒരു കനത്ത തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഈ ഒരു സ്ഥാനാർത്ഥിയുടെ LDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളടക്കം ഇവിടെ മിക്കയിടങ്ങളിലും കാണാതിരുന്നത് ഈ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പ്രിയങ്ക ഇവിടെ മത്സരിക്കുമ്പോൾ പ്രിയങ്കയുടെ ബീറ്റമായി പ്രവർത്തിക്കുകയാണ് LDF എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ തന്നെ NDA മുന്നണി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതടക്കം വലിയ രീതിയിലുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലത്തെ ചൂരമല മുണ്ടക്കൈ ദുരിതവാസികൾ അവർ മുണ്ടക്കൈ ചൂരമല ദുരന്ത നിവാസികൾ അവർ അഭിമുഖീകരിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ എന്താണ് അവർ കരുതിയിരിക്കുന്നത് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ചൂരമല മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചപ്പോൾ തന്നെ ആദ്യം ഓടിയെത്തിയത് പ്രധാനമന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രി എത്തുകയും മാത്രമല്ല അതിനു മുൻപ് തന്നെ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വലിയ രീതിയിലുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ മിലിറ്ററി ഫോഴ്സ് രീതിയിലായാലും അങ്ങനെ ആ രീതിയിലായാലും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലായാലും വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഈ ഒരു പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് കേന്ദ്ര സർക്കാരാണ്. മാത്രമല്ല കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അവിടെ മുഴുവൻ സമയവും ക്യാമ്പയിനിൽ നിർത്തുകയും കൃത്യമായിട്ടുള്ള ഒരു അവലോകനം നടത്തുവാൻ വേണ്ടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും ഈ ഒരു മുണ്ടക്കൈ ചൂരമല ദുരന്ത നിവാസികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിലും ആ ഫണ്ട് നൽകുന്നതിലും വീഴ്ച വരുത്താതെ തന്നെ ആ കേന്ദ്രം വലിയ രീതിയിൽ സഹായം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചു വരുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ചൂരമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ NDRF ഫണ്ടിലേക്ക് നിശ്ചിത തുക നൽകുന്ന 140 കോടിയിലധികം രൂപ കേന്ദ്രം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് കേരളത്തോട് കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും ആ റിപ്പോർട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് കേരളത്തിന് ഈ ഒരു ചില ഫണ്ടിന് ഒരു കാലതാമസം ഉണ്ടാകുന്നു. എന്തിനാൽ തന്നെയും എത്രയും പെട്ടെന്ന് ആ ഫണ്ട് വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ NDA പ്രതീക്ഷ വെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അങ്ങനെയെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഗതി മാറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകും ഇത് എന്നുള്ളതാണ് നേരത്തെ തന്നെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലായിരിക്കും വോട്ടർമാർ ചിന്തിക്കുക? പുതിയൊരു സ്ഥാനാർത്ഥിയെ NDA അവതരിപ്പിക്കുമ്പോൾ, പുതിയൊരു വ്യക്തിയെ NDA അവതരിപ്പിക്കുമ്പോൾ എന്തിനാൽ തന്നെയും പുതിയതെന്ന് പറയുന്ന അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വാർഡ് തലത്തിലടക്കം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഈ നവ്യ ഹരിദാസ് എന്ന് പറയുന്നത്. ഈ കോർപ്പറേഷനിലെ ഈ ഒരു കോഴിക്കോട് കോർപ്പറേഷനിലെ 2 വാർഡുകളാണ് അന്ന് 2 തവണയാണ് ഒരു വാർഡിൽ നിന്ന് തന്നെ വിജയിച്ച് നവ്യ ഹരിദാസ് എത്തിയത്. ആ നവ്യ ഹരിദാസിനെയാണ് ഇത്തരത്തിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി NDA നിർത്തിയിട്ടുള്ളത്. ആദ്യമൊക്കെ ഈ ഒരു സ്ഥാനാർത്ഥി എന്തിനാണ് ഈ സ്ഥാനാർത്ഥി, ആരാണ് ഈ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ചോദ്യം ഉയർന്നെങ്കിലും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചേരുവാൻ നവ്യ ഹരിദാസിന് സാധിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസം NDA സംബന്ധിച്ചിടത്തോളം വലിയത് തന്നെയാണ്. അത്തരത്തിലുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ് ഉള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി പ്രശ്നങ്ങൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് തന്നെ നേരത്തെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരുന്നു. അതായത് വന്യമൃഗശല്യം, രാത്രി യാത്രാ നിരോധനം, അതുപോലെ തന്നെ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജ്. അതായത് ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കാലങ്ങളായുള്ള വയനാടൻ ജനതയുടെ സ്വപ്നമാണ്. എന്നാൽ ആ ഒരു ബോർഡിൽ മാത്രം മെഡിക്കൽ കോളേജ് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ വയനാട്ടുകാർക്ക് ആശ്രയമായിട്ടുള്ളത്. പക്ഷേ റെഫറിങ് മെഡിക്കൽ കോളേജ് ആയിട്ട് മാത്രമാണ് വയനാടൻ ജനത ഈ മെഡിക്കൽ കോളേജിനെ കാണുന്നത്. അതായത് ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള തങ്ങൾക്ക് വലിയ ഒരു അസുഖം ഉണ്ടാകുകയോ ആക്സിഡന്റ് ഉണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും കോഴിക്കോടേക്ക് റെഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഇവിടെ തന്നെയുള്ള വയനാട് തന്നെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു സാഹചര്യമൊക്കെ വയനാടൻ ജനത അഭിമുഖീകരിക്കുന്നു. വലിയ
ഒരു പ്രതിസന്ധി വയനാടൻ ജനത അഭിമുഖീകരിക്കുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും വയനാടൻ ജനത ഇത്തവണ ഇങ്ങനെയൊരു വരുത്തിവെച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് വയനാടൻ ജനത വിലയിരുത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും വയനാടൻ ജനത കൂടുതൽ ചിന്തിക്കുക എന്നുള്ളതടക്കം ഇവിടെ വിഷയമാകുന്നു. അല്ലെങ്കിൽ അതായിരിക്കും വയനാടൻ ജനതയുടെ എന്തായിരിക്കും വയനാടൻ ജനതയുടെ മനസ്സിലുണ്ടാകുന്നു എന്നുള്ളത് വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 10 മണിയോടുകൂടി തന്നെ നമുക്ക് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഏകദേശം 10 മണിയോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7 മണിയോടുകൂടി ആരംഭിക്കുന്ന പോളിംഗ് 10 മണിയോടുകൂടി കൂടുതൽ ആവേശത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ 3 മുന്നണികളും പ്രതീക്ഷയിലാണ്. അതിൽ വലിയ ആത്മവിശ്വാസമാണ് NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം 2 തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ള വോട്ടിന്റെ വ്യത്യാസം, അതായത് 2019 ഉണ്ടായിരുന്ന വോട്ടിൽ നിന്നും വീണ്ടും കുത്തനെ കുറഞ്ഞുകൊണ്ട് 2024 ആയപ്പോഴത്തേക്കും വോട്ടിംഗ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം 1,00,000-അധികം താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ആ പോളിംഗ് കുറയുമോ അല്ലെങ്കിൽ തനിക്ക് വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ എന്നുള്ള ഒരു ആശങ്ക, അല്ലെങ്കിൽ ഈ ഒരു വോട്ട് കുറയുമോ എന്നുള്ള ഒരു ആശങ്ക UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഈ ഒരു കുടുംബ ആധിപത്യം തന്നെയാണ് വയനാട്ടിൽ നടക്കുന്നത് എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ NDA മുന്നണി ഉന്നയിച്ചിരുന്നു. അത്തരത്തിലാണെങ്കിൽ തന്നെയും ഒരു രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിക്കുന്നു, ഇത്തവണ പെങ്ങളെ തന്നെ കളത്തിലിറക്കുന്നു, പ്രിയങ്കയെ കളത്തിലിറക്കുന്നു. അതിന് മറുപടിയായാണ് പിന്നീട് BJP ഇത്തരത്തിൽ നവ്യ ഹരിദാസ് എന്ന് പറയുന്ന പുതുമുഖത്തെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് അവർ വലിയ ശക്തമായ ഒരു തിരിച്ചടി നൽകുന്നത്. ഇത് വലിയ രീതിയിൽ NDAക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇത്തവണ ഈ ഒരു കുടുംബത്തെ UDFനെ ഈ വോട്ടർമാർ തള്ളിക്കളയുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും NDAക്ക് സംബന്ധിച്ചിടത്തോമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 11 അതീവ സുരക്ഷാ ബൂത്തുകളാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഓക്സിലറി ബൂത്തുകളുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ ഉള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. 2700-ലധികം അധിക പോലീസ് സംവിധാനങ്ങളെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസുണ്ട്, അത് അന്തർ സംസ്ഥാന പോലീസുണ്ട്, കേന്ദ്ര സേനയുണ്ട്. ഇങ്ങനെ നിരവധി സംവിധാനങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ഒരുക്കിയിരിക്കുന്ന. അതീവ സുരക്ഷാ സംവിധാനമുള്ള ബൂത്തുകൾ വെബ്കാസ്റ്റിംഗ് സംവിധാനം അടക്കമുള്ളത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വനവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്, അടിസ്ഥാന ജനവിഭാഗം ഒരുപാടുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ ആയിരിക്കും കൂടുതലായി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വോട്ട് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലാക്കും വയനാടൻ ജനത ചിന്തിക്കുക എന്നുള്ളത് ഏകദേശം ഒരു 10 മണി കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉച്ചയ്ക്കോട് കൂടി തന്നെ നമുക്ക് എന്താണ് ഇപ്പോഴുള്ള ട്രെൻഡ് അല്ലെങ്കിൽ വയനാട്ടിലെ ട്രെൻഡ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അതായത് പോളിംഗ് ശതമാനം കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളതടക്കം നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. അതായത് 80% ഉണ്ടായിരുന്ന പോളിംഗ് ആണ്, അതായത് 2019 80% ഉണ്ടായിരുന്ന പോളിംഗ് ആണ് പിന്നീട് 73% കൊപ്പ് കുത്തിയത്. ആ ഒരു ശതമാനക്കുറവ് വലിയ രീതിയിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണർത്തുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം MP എന്ന നിലയ്ക്ക് ആകെ 9 തവണ മാത്രമാണ് രാഹുലിന് മണ്ഡലത്തിൽ വരാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ അലയടിച്ചിട്ടില്ലേ എന്നുള്ള ഒരു സംശയമാണ് ഇവിടെയുള്ള ഈ ഒരു UDF ക്യാമ്പിനുള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആശങ്ക വലിയ ഒരു ആശങ്ക തന്നെയാണ്. അത്തരത്തിൽ ഇത്തവണയും പോളിംഗ് കുറയുമോ, തങ്ങൾക്ക് വോട്ട് കുറയുമോ എന്നുള്ള ഒരു ആശങ്ക വലിയ രീതിയിൽ ഈ ഒരു UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഒരു അങ്ങനെ ആ ഒരു സാഹചര്യം, ഒരു വിലയിരുത്തൽ LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും. ബൂത്തിൽ നമ്മൾ ഇപ്പോൾ വിഷ്വലിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആളുകളൊക്കെ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. പ്രധാന ബൂത്തുകളാണ് ഈ SKMJ എന്ന് പറയുന്നത്. അല്പസമയത്തിനകം തന്നെ NDF സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഇവിടെ എത്തിച്ചവരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല UDFലെ ജില്ലാ നേതാക്കൾ MLA അടക്കമുള്ളവർ ഈ ബൂത്തിൽ വന്നാണ് വോട്ട് രേഖപ്പെടുത്തുക, ഈ ബൂത്തിലായിരിക്കും ആദ്യം എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നവ്യ ഹരിദാസിന്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ 7:30 കൂടി നവ്യ ഹരിദാസ് ഈ ബൂത്തിലെത്തും. അത് 7 മണിക്ക് ഇറങ്ങുന്ന നവ്യ ഹരിദാസ് 7:30 കൂടി ഈ ബൂത്തിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ
നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സമഗ്രമായിട്ടുള്ള ഒരു കവറേജുമായിട്ടാണ് ജനം TV ഇപ്പോൾ വയനാട്ടിലുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഒരു സംഭവവികാസങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വാഭാവികമായിട്ടും ഓരോ സമയത്തും വോട്ടിംഗ് മെഷീനിലെ തകരാറുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിലെ മെഷീനിലെ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇത്തവണയും അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മോക്ക് പോളിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ആ പോളിംഗ് ആണ്. ജനങ്ങളൊക്കെ എത്തിയിരിക്കുന്നു. അടുത്ത പോളിംഗിന് വേണ്ടി ജനങ്ങൾ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തിനാൽ തന്നെയും വയനാടൻ ജനത ഒരു കയ്യിലെ വിരളിലെ മഷി തീരുന്നതിന് മുൻപേ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഏത് വിധത്തിലാണ് ജനങ്ങൾ വിനിയോഗിക്കുക, ഏത് വിധത്തിലാണ് സംവിധായകർ തങ്ങളുടെ വോട്ട് വിനിയോഗിക്കുക എന്നുള്ളതടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഈ വോട്ടിംഗ് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം എത്ര ശതമാനം വോട്ട് അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനം നമുക്ക് ഒരു 10 മണിയോടുകൂടി തന്നെ പ്രേക്ഷകർക്ക് മുൻപിൽ നമുക്ക് പറയുവാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായി തന്നെ ഏത് രീതിയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പോക്ക് എന്നുള്ളത് ഏകദേശം 10 മണിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ സ്ഥലങ്ങളിലും, വയനാടിന്റെ ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ബൂത്തുകൾ സജീവമായി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് ഓരോ ബൂത്തുകളിലും മോക്ക് പോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ചേകാടി പോലുള്ള ഗ്രാമങ്ങൾ, വനഗ്രാമങ്ങളുണ്ട്. ഈ വനഗ്രാമങ്ങളിലൊക്കെ തന്നെയും ബൂത്ത് സജീവമായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് ആവേശം, അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം കഴിയും തോറും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളും തന്നെ വളരെയധികം ആവേശത്തിന്, അത്രമേൽ ആവേശകരമായിട്ടുള്ള പ്രചാരണവും നിശബ്ദ പ്രചാരണവും ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമാണ് പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് വയനാടും ചേലക്കരയും മുന്നോട്ട് പോകുന്നത്. എല്ലാ മുന്നണികളും എല്ലാ സ്ഥാനാർത്ഥികളും ആവേശത്തിലാണ്, പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും വൈകാതെ തന്നെയും അറിയാനും സാധിക്കും. അപ്പോൾ മനസ്സിലാക്കാം രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ടാണ് വീശിയതെന്ന്.